ക്ലാസ്സിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്. നമ്പർ ഓഫ് മെമ്പേഴ്സുകൾ കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളാണ് നിങ്ങൾ പഠിച്ചത്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെട്ര. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ അതായത് ഈ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾ ഡിഫറെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കുറെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചില്ലേ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയത് എന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ക്ലാസ്സിനെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിയേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, എല്ലാവരും കണ്ടുപിടിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫീച്ചേഴ്സ്? കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ്? ഈസി ഫോർമേഷൻ ആണ്. ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെന്താണ്? സർവീസ് മോട്ടീവ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. വോളണ്ടറി ആണ് ആ ഒരു അസോസിയേഷൻ ഫോം ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇത് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. ഏതൊക്കെയാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ഡിസ്ട്രിക്ട് PPT കാണിച്ചു തരാം. Okay, so let us discuss about features of cooperative society. First one is voluntary membership. What do you mean by voluntary membership? Yes, the membership of the to cooperative society is voluntary, or they can freely join the cooperative society as a member. Membership is open irrespective of their region, caste and gender. This is the meaning of voluntary membership. Okay, next one is legal status. Yes, there is a compulsory registration for cooperative society, but this is not affecting the entry and exit of the members. Next one is limited liability. The liability of the member is always limited to the capital contribution of the each members. Okay, do you understand the meaning? Limited liability. Okay, next one is control. What do you mean by control? Yes, the control means എന്താണ് കൺട്രോൾ എന്ന് പറയണമെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ് കൺട്രോൾ ചെയ്യണത്, അവിടെ ആരാണ് ഡിസിഷൻ എടുക്കണത്, ആ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യണത് ആരാണ്, അതാരാണ്? ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയിരിക്കും. ദ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ controlling the cooperative society. They is mainly based on this motto, one man one vote. The management committee is formed based on this to principle one man and one vote. Okay, next one is service motto. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണത് ഒരു സർവീസ് മോട്ടീവായിട്ടായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവായിട്ടായിരിക്കില്ല, ഒരു സർവീസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെ അവിടെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോം ചെയ്യണത് ഓരോ ആൾക്കാരുടെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് കൺസ്യൂമറുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് റീസണബിൾ റേറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് തന്നെ സർവീസ് മോട്ടീവ് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. The surplus of the business എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ എങ്ങനെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോഫിറ്റ്. അതൊരിക്കലും പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ എന്താണ് ആ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ,
Do you understand the topic? Okay. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു ഇല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ് എന്ന് നോക്കി വെക്കാം. അപ്പോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെറിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന മെറിറ്റ്സ് പറഞ്ഞേ. അതെന്താണ്? ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് അവരുടെ മെമ്പേഴ്സിന് എന്തായിരിക്കും? ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആയിരിക്കും. വെരി ഗുഡ്. ഒരു മെമ്പേഴ്സിന് പറയണത് ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആയിരിക്കും. 1 man 1 vote എന്ന രീതിയിലായിരിക്കും ആ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇതെന്താണ്? ഒരു സർവീസ് മോട്ടീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ അതൊന്ന് നിങ്ങൾക്കൊരു ഒരു ഇമ്പോർട്ടൻസ് മെറിറ്റ്സ് പറയാൻ പറ്റുമോ? അതെന്താണ്? അതിന്റെ സൊസൈറ്റിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സർവീസ് മോട്ടീവ് ആണെന്ന് നമുക്ക് പറയാം. അതൊരു മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെന്താണ്? അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? അവരുടെ മെമ്പേഴ്സുകള് വോളണ്ടറി ആയിട്ടാണ് ഉണ്ടാക്കണമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഈസി ഫോർമേഷൻ ആയിരിക്കും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് ലിമിറ്റേഷൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിലൊരു വോളണ്ടറി ആയിട്ട് 1 man 1 vote എന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ അവിടെ എന്താണ്? വോളണ്ടറി ആയിട്ടാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ എന്താണ്? ഗവൺമെന്റിന്റെ കൺട്രോൾ വരില്ലേ? ഉണ്ടായിരിക്കും. എല്ലായ്പ്പോഴും ഒരു എന്താണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താണ്? ഗവൺമെന്റ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഈവൻ ഗവൺമെന്റ് കുറെ സബ്സിഡീസുകളൊക്കെ ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെന്തായിരിക്കും? അവിടെ ഒരു ഗവൺമെന്റിന്റെ ഹൈ ആയിട്ടുള്ള ഒരു കൺട്രോള് എന്തായാലും ഉണ്ടാവും. ഓക്കെ. അത് നമുക്കൊരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം. ഓക്കെ. പിന്നെ ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് പാർട്ട്ണർഷിപ്പിന്റെ അത്രത്തോളം ഉണ്ടായിരിക്കുമോ? ഇല്ല. പാർട്ട്ണർഷിപ്പിന് എന്ന് പറയുമ്പോൾ അതിനൊരു സർവീസ് മോട്ടീവ് ആയിട്ടുള്ളതാണോ? അല്ല, അതൊരു പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അവരെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാർട്ട്നേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. അതൊരു ഡീമെറിറ്റ്സ് ആണ്. അപ്പൊ ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടായിരിക്കും. ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീമെറിറ്റ്സ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് കുറെ ഡീമെറിറ്റ്സുകളും മെറിറ്റ്സുകളൊക്കെ പഠിച്ചു, ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതായിട്ട് ഏതൊക്കെയാണ് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എന്ന് ടീച്ചർ ഇത് കൂടാതെ ഉള്ള മെറിറ്റ്സുകൾ ഏതൊക്കെയാണ് ഡിമെറിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് PPT വഴി കാണിച്ചു തരാം. എല്ലാവരും PPTയിലേക്ക് പോകൂ. Okay, let us discuss about the merits of cooperative society. First one is equality in voting status. We already said that the principle 1 man 1 vote is followed in cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? 1 man 1 vote എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യണത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെമ്പേഴ്സ്. സോ അവിടെ എന്താണ്? ഒരു ഈക്വൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണത്. അതാണ് ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്. അതൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്സ് ആണ്. പിന്നെന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് to the capital contribution of the members. Okay, next one is stable existence. അതായത് ഒരു മെമ്പേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലാണ്, അതെന്തായിരിക്കും? അവരുടെ ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, നമ്മൾ പഠിച്ചു ഇല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് Okay, so we can discuss about the merits of cooperative society. First one is equality in voting right or voting status. അതായത് the cooperative society is based on the principles one man one vote. 1 man 1 vote എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെമ്പേഴ്സ്. സോ ദ മെമ്പേഴ്സ് ഗെറ്റ് എൻ ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി മെമ്പേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി.
What do you mean by limited liability? Yes, liability of the partners or members is limited. ലിമിറ്റഡ് എന്തിനനുസരിച്ചായിരിക്കും ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ബേസ്ഡ് ഓൺ ഹിസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് ആളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്, അവരുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദ മെമ്പർ വിൽ നോട്ട് ഇഫക്റ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ മെമ്പേഴ്സിൻ്റെ ഡെത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഇൻസോൾവൻസി ഉണ്ടാവും എന്ന് വിചാരിക്കുക. പക്ഷേ അതൊരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എങ്ങനെയാണ്, ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ ഉണ്ടെങ്കിൽ അതിനെന്തായിരിക്കും, അതതിനെ എഫക്റ്റ് ചെയ്യും, പാർട്ട്ണർഷിപ്പ് ഫേമിനെ തന്നെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന രീതിയിൽ അതൊരിക്കലും അതിന് മെമ്പേഴ്സിൻ്റെ സോൾവൻസിയോ ഇൻസോൾവൻസിയോ ഡെത്തോ ഒരിക്കലും ബാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇക്കണോമി ഇൻ ഓപ്പറേഷൻ. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ ഒരു മെമ്പേഴ്സ് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നീ ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതാണ് ഇക്കണോമി ഇൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ ഈസ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ടാക്സ് കൺസെഷൻ കിട്ടും, സബ്സിഡീസുകൾ, ലോൺസുകൾ, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസുകൾ എന്നിവയൊക്കെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഈസി ഫോർമേഷൻ. മിനിമം 10 പേഴ്സൺസിനെ വെച്ചിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഭയങ്കര ഈസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇമ്പോർട്ടൻസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും ഫോം ചെയ്യണത് ഒരു സർവീസ് മോട്ടീവോട് കൂടിയിട്ടായിരിക്കും. സോ അവിടെ ഒരു സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ തന്നെ കുറേ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ പഠിച്ചു. അതിൽ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റികളും നമ്മൾ എടുക്കുമ്പോൾ അതെന്താണ്, അവിടെ സൊസൈറ്റിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്കായിരിക്കും, ഒരു പ്രൊഡ്യൂസേഴ്സിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഏതൊക്കെയാണ് പറഞ്ഞത്? ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, 1 man 1 vote എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ലിമിറ്റഡ് ലൈബിലിറ്റി, അവരുടെ മെമ്പേഴ്സിന് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് മെമ്പേഴ്സിനെ ഒരിക്കലും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല. ഇക്കണോമി ഇൻ ഓപ്പറേഷൻ, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, ഈസി ഫോർമേഷൻ. Okay, so we can discuss about the demerits of the cooperative society. First one is retapism. Due to rigid rules and formalities to be complied with, creating retapism in the functioning of the cooperative society. Okay, next one is inefficiency in management. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാനേജ്മെൻറ്റിനെ ഇലക്ട് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യണത്. അതേപോലെ അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയണത് ഭയങ്കര ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. സോ ദർ ഈസ് എ ചാൻസ് ഫോർ ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ് ഓർ ലോ മാനേജീരിയൽ സ്കിൽ എമംഗ് ദി മെമ്പേഴ്സ് ഓർ മാനേജേഴ്സ് which lead to inefficiency in functioning of the cooperative society. Next one is lack of secrecy. Open discussion and meeting is one of the important feature of the cooperative society. Therefore, there arise a difficulty to maintain secrecy of information among the cooperative society functioning. So, it is considered as an important limitation of the cooperative society. Next one is government control. Cooperative society wanted to follow the rules and regulation of the government. Therefore, there is a high chance for control from government, which lead to the functioning of the or operation of the cooperative society. Okay, next one is difference in opinion. Cooperative society wanted to formed for the welfare of the number of persons. For example, in consumer cooperative society, which is formed for
protecting the interest of the consumer. In producer cooperative society, which is formed for protecting the interest of the producers. So this cooperative society wanted to consider the opinion of different persons, which lead to difficulty in decision making among in cooperative society functioning. Okay, next one is lack of motivation. ഇവിടെ എന്താണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുമ്പോൾ വിച്ച് ഈസ് അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കില്ല. എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല അവിടെ എന്താ ഉണ്ടാവുക, റിവാർഡ് ഉണ്ടായിരിക്കുക. സോ ദർ ഈസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇൻ ഫങ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവിടെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഒരുപാട് ഡിമെറിറ്റ്സുകൾ മനസ്സിലായില്ലേ? റെഡ്-ടാപ്പിസം, ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് സീക്രസി, ഗവൺമെൻറ് കൺട്രോൾ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ്സുകൾ ഏതൊക്കെയാണ്, ഡിമെറിറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ടീച്ചർ ഒരു ഗെയിം കളിക്കാം, കാണിച്ചു തരാം. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ആ ഗെയിം ഒന്ന് കളിക്കാം. ഓക്കെ, അപ്പോൾ ടീച്ചർ അതിനായിട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം, ആ ഗെയിം കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗെയിമിലെ ആൻസർ ടീച്ചർക്ക് പറഞ്ഞു തരണം. അതിനനുസരിച്ചിട്ട് ടീച്ചർ ആ ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എല്ലാവരും സ്ക്രീനിൽ നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സുകളും ഡിമെറിറ്റ്സുകളും ക്ലാസിഫൈ ചെയ്യുന്ന ഗെയിം ഒന്ന് കളിക്കാം. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് മെറിറ്റ്സ് ആണോ ഡിമെറിറ്റ്സ് ആണോ? വെരി ഗുഡ്, ഡിമെറിറ്റ്സ്. നെക്സ്റ്റ് ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ എന്താണ് അത്, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ റേസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് അതൊരു ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്. അതെന്താണ്, വൺ മാൻ വൺ വോട്ട് എന്ന രീതിയിൽ എല്ലാവർക്കും വോട്ടിംഗ് നുള്ള അവകാശം ഉണ്ടാക്കുന്ന അതെന്ന് പറയണത്, അത്തരത്തിലുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് എന്താണ്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ് ആണോ ഡിമെറിറ്റ് ആണോ? എന്താണ്, മെറിറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യാൻ വേണ്ട സപ്പോർട്ട്സുകളൊക്കെ കിട്ടുന്നുണ്ട്, സബ്സിഡീസുകളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയണത് മെറിറ്റ് ആണോ ഡിമെറിറ്റ് ആണോ? മെറിറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ലാക്ക് ഓഫ് സീക്രസി. ഇത്തരത്തിലൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോഴും അത് നടത്തുമ്പോഴും എന്താണ്, അവിടെ ഒരു ഇൻഫോർമേഷൻ സീക്രസി ഉണ്ടായിരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് മെറിറ്റ്സ് ആണോ ഡിമെറിറ്റ്സ് ആണോ? എന്താണ്, ഡിമെറിറ്റ്സ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാ ആൻസറും കറക്റ്റാണ്. വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ പറ്റിയിട്ട് മനസ്സിലായി ഇല്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ഈ മെറിറ്റ്സുകൾ ഏതൊക്കെയാണ്, ഡിമെറിറ്റ്സ് ഏതൊക്കെയാണ്, ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നിങ്ങൾ എന്തായാലും വൃത്തിക്ക് പഠിച്ചു കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹോംവർക്ക് എല്ലാവരും നാളെ വരുമ്പോൾ ചെയ്ത് കൊണ്ടുവരണം. ഭയങ്കര എളുപ്പല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.